ഇങ്ങനെ ചുമ്മാ കിടന്നാ നിനക്ക് ബോറടിക്കത്തില്ലേ? ബോറടിച്ചാ ഞാൻ തിരിച്ചടിക്കും. ചിന്തി വരാ മോൻ. പിന്നെ അടിച്ചാ കേറി കിടന്നുറങ്ങിക്കളയും. അപ്പൊ ഒന്നും അറിയില്ലല്ലോ. പിന്നെ അച്ഛാ, ഞാൻ ഇന്നലെ മെസ്സിയെ സ്വപ്നം കണ്ടു. ആ, മെസ്സിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ. ആ തെക്കേടത്തെ ലിസിയുടെ പശുവിനെ നീ കണ്ടിട്ടുണ്ടോ? അതുപോലൊന്ന് നമുക്കും മേടിക്കണം. കവറുപാല് കുടിച്ച് മടുത്തടാ. നാളെ മുതൽ കവറുപാൽ ഔട്ട്, കറവുപാലിൻ. ആ, നീ ആ കാലിച്ചന്തയിലോട്ട് പോയി ലക്ഷണമൊത്തൊരു നല്ല പശുവിനെ മേടിച്ചോണ്ട് വാ. അവിടെയുള്ളൊരു മൈക്കിളിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പോത്തു മൈക്കിളെന്ന് ചോദിച്ചാ ആരും പറഞ്ഞു തരും. നല്ല പശു എന്ന് എങ്ങനെ മനസ്സിലാക്കും? ആ, ലക്ഷണങ്ങൾ ഞാനിപ്പോ പറഞ്ഞുതരാം. കറുത്ത നിറം, നല്ല തടി, നല്ല ഉയരം, നല്ല ഘടാഘടിയൻ, വാല് നിലത്തു തൊടണം, നിറഞ്ഞ അകിടായിരിക്കണം. ഇതെല്ലാം ഒത്തൊരു പശുവിനെ കിട്ടും അച്ഛാ? ആ, ഇതിലൊന്നോ രണ്ടോ കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല. എല്ലാം ഒത്തുകിട്ടാനും പാടാ. ഇത് പശുവോ അതോ പോത്തോ? സംശയം എന്താ? ഇത് പശുവാ. അതല്ല, ഞാൻ ചേട്ടന്റെ കാര്യമാ ചോദിച്ചത്. അല്ല ചേട്ടാ, ചേട്ടനാണോ ഈ തോക്ക് കൈമൾ? തോക്ക് കൈമളല്ല, പോത്തു മൈക്കിൾ. ആ അതന്നെ, അത് ചേട്ടനാണോ? ആ, തോമസിന്റെ മോനല്ലേ? പശുവിനെ വേണോ അല്ലേ? ആ, ശരി, നോക്കിക്കോ. ഹാ, ഇത് കൊള്ളാമല്ലോ. ചേട്ടാ, ഇത് പെയിന്റ് അടിച്ചതൊന്നല്ലോ? ഛേ, ഇത് നല്ല ഒന്നാം തരം ജേഴ്സിയാ. ഹാ, ജേഴ്സി ഇട്ടതാണല്ലേ. ഞാൻ കരുതി ഒറിജിനൽ കളറാണെന്ന്. കറുത്ത നിറം, നല്ല പൊക്കം, തടി. അതുണ്ട്. അത് ഓക്കെ. അത് പിന്നെ സാരല്ല ചേട്ടാ, ഇത് മതി. മോനെ, കയറ്. പശുവിന്റെ പുറത്തൊന്നും ഞാൻ കയറില്ല. അതല്ലടാ, കയറ് കയറ്, ദാ കയറ്. എവിടുന്ന് കിട്ടി ഈ പഴയ പശുവിനെ? ഇത് പഴയതാണെന്ന് ആര് പറഞ്ഞു? ഇപ്പം വാങ്ങിയ പുത്തൻ പശുവാ. അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ആ, എത്തിയോ? മിടുക്കൻ. കൊള്ളാമല്ലോടാ. കറുത്ത പുള്ളി, നല്ല ഉയരം, തടി, വാലാണെങ്കിൽ നിലത്തു മുട്ടുന്നു. അയ്യോ, ചതിച്ചോ കർത്താവേ. എടാ, ഈ സാധനത്തിന് അകിടില്ല. ബാക്കിയെല്ലാം ലക്ഷണം ഉണ്ടല്ലോ, പിന്നെ എല്ലാം ഒത്തുകിട്ടാൻ പാടാ. ഓ, ഏത് നേരവും ടിവിയുടെ മുന്നിലാ. പോയിരുന്ന് പഠിക്കാൻ നോക്കടാ. ഏത് നേരം പഠിക്ക്. ഇത് തന്നെ പറയാനുള്ളൂ. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് വേണ്ട എന്റർടൈൻമെന്റ്. അവൻ പറയുന്നതിലും കാര്യമുണ്ട് മോനെ. നീ നിന്റെ ഹോംവർക്ക് എല്ലാം പെട്ടെന്ന് തീർത്തിട്ട് ഒരു സിനിമയ്ക്ക് പോയിക്കോ. ദാ 100 രൂപയുണ്ട്. പോയി നല്ലൊരു സിനിമ കണ്ടിട്ട് സന്ധ്യക്ക് മുമ്പേ വീട്ടിലെത്തണം കേട്ടോ. ഓഹോ, ശരി അച്ഛാ. പിന്നെ ഒറ്റയ്ക്ക് പോകണ്ടാട്ടോ, ആ ചിഞ്ചുവിനെ കൂടെ കൂട്ടിക്കോ. ശരി അച്ഛാ. എടാ ചിഞ്ചു, അടുത്ത ഷോ 3:30. ഇനി 1 മണിക്കൂറുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാ നമുക്കൊരു ഹോട്ടലിൽ കയറി കാപ്പി കുടിച്ചിട്ട് വരാം. ഓക്കേ സാർ, എന്താ കഴിക്കാൻ വേണ്ടത്? എടാ ടിൻഡു, നിനക്കൊരു കല്യാണം കഴിക്കണമെന്ന് പറ. നടത്തി തന്നാ രക്ഷപ്പെട്ടില്ലേ? മണ്ടത്തരം പറയാതെ, എനിക്ക് നല്ല തൊണ്ടവേദന. എടോ, ഇവിടെ ചൂടുള്ള എന്താ ഉള്ളത്? ഇവിടെ ഏറ്റവും ചൂടുള്ളത് അടുപ്പാ. എന്താ, 2 പ്ലേറ്റ് എടുക്കട്ടെ? എന്താ തമാശക്കാ? എന്നാ വേണ്ടാട്ടോ, തമാശ പറയാനേ ഇവിടെ ടിൻഡുണ്ട്. എനിക്കൊരു കോഫി എടുത്തോ. നിനക്കെന്താ വേണ്ടത്? എനിക്കും കോഫി മതി. എന്നാ 2 കോഫി. സാർ, ബ്ലാക്ക് കോഫി ആണോ അതോ? ഓഹോ, ഇപ്പൊ അങ്ങനെയുണ്ടോ? കാലത്തിന്റെ ഒരു പുരോഗതിയെ. എനിക്ക് ബ്ലാക്ക് കോഫി മതി. നിനക്കോ? എനിക്ക് ഗ്രീൻ, അല്ല റെഡ് കോഫി. അപ്പോ എനിക്കൊരു ബ്ലാക്ക് കോഫിയും ഇവനൊരു റെഡ് കോഫിയും. വേഗം വേണം. സാർ, ബ്ലാക്ക് കോഫി എന്ന് പറഞ്ഞാ പാലൊഴിക്കാത്ത കോഫി എന്നാണ്. എടോ, താനെന്താ ആളെ കളിയാക്കാ? പോയി 2 പാലൊഴിച്ച കാപ്പി എടുത്തോണ്ട് വാടോ. അല്ല പിന്നെ വേണ്ടാന്ന് വെക്കുമ്പോ ടിൻഡുവിനോടാ കളി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഏതെങ്കിലും ചെറിയ ഹോട്ടലിൽ കയറിയാ മതിന്ന്. ഇനിയിപ്പൊ അവൻ എന്ത് പണ്ടാരാണാവോ കൊണ്ടുവരിക. ഇതാ കോഫി. ഓ, ഇത് കോഫിയാണെന്ന് എനിക്കും അറിയാം. പോയേ. ഇതെന്താ, ഡയറിയോ? സാർ, ഇത് ബില്ലാണ്. ടിൻഡു, എന്നാ നമുക്ക് പോവാം. സിനിമ തുടങ്ങാൻ സമയായി.
ഓ എന്നാ വലിയ ക്യൂ ആളിയാ. ചേട്ടാ 2 ടിക്കറ്റ്. ആ 3ാമത്തെ റോയിൽ 2ാമത്തെ സീറ്റ്. ആ ആവണ ടിക്കറ്റ്. ഡാ എന്നോടെ കളി അത്രക്കായോ നീ? ആഹാ. എന്താ മോനെ പ്രശ്നം? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ടിക്കറ്റേ ഞാൻ കേറാൻ നേരം ഇയാൾ കീറി. ചിണ്ടുവിനോട് കളിക്കല്ലേ. അമ്മേ, ആ ചിഞ്ചുവിന്റെ വീട്ടിൽ കണ്ട ഒരു പ്രതിമയില്ലേ, അതുപോലെ ഒരെണ്ണം എവിടെയും വെച്ചാലോ? ഏത് പ്രതിമ? ഒരു കരിമ്പ് തിന്നണ കുട്ടിയുടെ പ്രതിമ അമ്മ അവിടെ കണ്ടില്ലേ? കരിമ്പ് തിന്നുന്ന കുട്ടിയോ? ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മ അവിടെ കണ്ടിട്ടില്ലേ ഒരു നീല നിറത്തില് ഒരു കരിമ്പും കഷ്ണൊക്കെ വയലിട്ടിട്ട്? എടാ കുരുത്തം കെട്ടവനെ, ദൈവദോഷം പറയാതെ. അത് കരിമ്പ് തിന്നുന്ന കുട്ടിയല്ല, ഓടക്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണനാ. ആ അത് തന്നെ. അത് ഈ ബാബു ആന്റണിയുടെ പ്രതിമയുടെ അടുത്ത് വെച്ചാ നല്ല ഭംഗിയായിരിക്കും അല്ലേ അമ്മേ? അയ്യോ ഇവനെ കൊണ്ട്. അത് ബാബു ആന്റണി അല്ലടാ, സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ പ്രതിമയാണടാ കുരുത്തം കെട്ടോനെ. ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നേരം കൊണ്ട് നിനക്ക് എന്തെങ്കിലും 4 അക്ഷരം വായിച്ചൂടെ? അമ്മേ, ഞാൻ ഇത്രയും നേരം വായിക്കായിരുന്നു. എന്ത്? ഒരു ഡിറ്റക്റ്റീവ് നോവൽ, വാരിക്കുഴിയിലെ കൊലപാതകം. ഫുള്ള് സസ്പെൻസ് നോവലാ. ലാസ്റ്റ് വരെ അതിലെ കൊലപാതകി ആരാണെന്ന് മനസ്സിലാവില്ല. അതെന്താ? അതിന്റെ ലാസ്റ്റ് 4 പേജ് കാണുന്നില്ല. എലി കരണ്ടു എന്നാ തോന്നുന്നത്. എലികളുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. അമ്മേ, ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് എല്ലാ രാത്രിയിലും എലികളുടെ ഫുട്ബോൾ കളി സ്വപ്നം കാണുന്നുണ്ട്. എലികളുടെ ഫുട്ബോൾ കളിയോ? അതെ അമ്മേ. ഇനി വല്ല അസുഖമായിരിക്കോ? ഏതായാലും പോയി ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് വന്നോ. കൂട്ടത്തിൽ നിന്റെ കുരുത്തക്കേട് മാറാനുള്ള മരുന്ന് കൂടി ചോദിച്ചോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. യെസ്, ഗുഡ് മോർണിംഗ്. എന്താ അസുഖം പറയൂ. ഡോക്ടർ, ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ എലികളുടെ ഫുട്ബോൾ കളി സ്വപ്നം കാണുന്നു. ഇതെന്തിന്റെ ലക്ഷണാ ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. ഈ ഗുളിക ഇപ്പൊ തന്നെ കഴിച്ചോളൂ. ഇന്നത്തോടെ ഫുട്ബോൾ കളി കാണൽ മുഴുവനായി നിന്നോളൂ. എന്നാ എനിക്ക് ഇതിന്റെ പാതി മതി. കളിയുടെ ഹൈലൈറ്റ്സ് എങ്കിലും കാണാലോ. ബാക്കി പകുതി ഞാൻ നാളെ കഴിഞ്ഞ് തിന്നോളാം. അതെന്താ നാളെ കഴിഞ്ഞ് കഴിക്കുന്നത്? ഇന്ന് കഴിച്ചാൽ എന്താ? നാളെ കളിയുടെ ഫൈനല്. ഏതായാലും ഇത്രയും കണ്ടതല്ലേ. ആ പിന്നെ ഡോക്ടർ, എല്ലാരും പറയുന്നു എനിക്ക് ഭയങ്കര കുരുത്തക്കേടാണെന്ന്. അത് മാറ്റാനുള്ള വല്ല ഒറ്റമൂലിയുണ്ടോ ഡോക്ടർ? മോൻ അങ്ങനെ കുരുത്തക്കേടൊന്നുമില്ലല്ലോ. ആട്ടെ, ആരാ പറഞ്ഞത് മോന് ഭയങ്കര കുരുത്തക്കേടാണെന്ന്? അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, അടുത്ത വീട്ടിലെ അങ്കിളും പറഞ്ഞു. ഇത് സത്യമാണോ ഡോക്ടർ? ഒരു നാട് മുഴുവൻ ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ചിലപ്പോ സത്യമായിരിക്കും. ആട്ടെ, മോൻ എന്ത് വികൃതിയാ കാണിച്ചത്? അതോ, ഞാൻ പറയാം. അലമാറയിലെ അമ്മയുടെ സാരി എടുത്ത് അടുപ്പിലിടുക, അച്ഛന്റെ സ്കൂട്ടറിന്റെ ടയർ പഞ്ചറാക്കുക, ടീച്ചറെ തള്ളിയിടുക, പിന്നെ ഡോക്ടറുടെ റൂമിൽ പോയാൽ മേശപ്പുറത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായി താഴേക്ക് എറിയുക. ഇത്രേ ഞാൻ ചെയ്യാറുള്ളൂ. ഇതിനാണ് എല്ലാവരും എനിക്ക് ഭയങ്കര കുരുത്തക്കേടാന്ന് പറയുന്നത്. അനുരാഗവിലോചനായി ഹലോ, ഗുണ്ട ബിനു സ്പീക്കിംഗ്. കൈവെട്ട് കാൽവെട്ട് എല്ലൊടിക്കൽ ഏത് വേണമെങ്കിലും പറഞ്ഞോ. അതെ, 2 കാലൊടിക്കുന്ന കൊട്ടേഷന് ഒരു കൈ ഫ്രീ ആയി ഒഴിച്ചു കൊടുക്കും. ആ തട്ടിക്കൊണ്ടുപോയി പെരുമാറുന്നതിന് 999 ഓൺലി. ഗുണ്ടബിനുവാ പറയുന്നത്, ഗുണ്ടബിനു. 10 ആള് വന്നാ പുല്ല. ഗുണ്ടബിനുവിന് പുല്ല്. സോറി ഡാർലിംഗ്. എടി ഭാര്യയെ, ഞാൻ ആളറിയാതെ ഇനി എന്തോന്ന് കാര്യം? കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് വീടും മുറ്റവും അടിച്ചുവാരി പുട്ടും കടലക്കറി ഉണ്ടാക്കി വെച്ച് ചോറും കൂട്ടാനുണ്ടാക്കി തുണിയും കഴുകി നിലവും തുടച്ച് കഴിഞ്ഞിട്ടല്ലേ ഞാൻ ജോലിക്കിറങ്ങിയത്? അത് ശരി. വിളിച്ചുണർത്തി കാപ്പി തരാതെ പോയതിനാണോ? എന്റെ കൂടെയുള്ള പൊറുതി മതിയാക്കിയാണെന്നോ? ഹലോ 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 കട്ടായി. BP കൂടുതലാണല്ലേ? എടാ, ഇങ്ങനെയുള്ള വർത്താനം കേട്ടാ പിന്നെ BP കൂടാതെ എന്ത് ചെയ്യും? ആ BP അല്ല, ഇത് BP. ഭാര്യയെ പേടി, അത് കൂടുതലാണല്ലേ? ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ തട്ടിക്കളയാൻ. ഒന്ന് ചുമ്മാ ഇരി ചേട്ടാ, ഒരു തട്ടുകാരൻ വന്നിരിക്കുന്നു. ആട്ടെ, ഭാര്യ ആരുടെ കൂടെയാ ഓടിപ്പോയത്? അറിയില്ലടാ, ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. പേടിക്കാതെ, ആളെ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചു തരാം. ഹലോ, ഭ്രാന്താസ്പത്രിയാണോ? അതെ,
ഇന്ന് രാവിലെ ആരെങ്കിലും അവിടുന്ന് ചാടിപ്പോയിട്ടുണ്ടോ? ഓക്കെ, ശരി ശരി. എടാ എന്റെ ഭാര്യ ഒളിച്ചോടിയതിന് നീ എന്തിനാണ് ഭ്രാന്താശുപത്രിയിൽ വിളിച്ച കാര്യം തിരക്കിയത്? എന്റെ ചേട്ടന്റെ ഭാര്യയെ കൊണ്ട് സ്വബോധമുള്ള ആരെങ്കിലും ഒടിച്ചോടുവോ? ആ, നീ പറഞ്ഞതൊരു വാസ്തവമായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. ഓ, അല്ലായിരുന്നെങ്കി ഇയാളെന്നെ അങ്ങ് തട്ടിക്കളഞ്ഞേനെ. ഈ ഗുണ്ടബിനി ഒരു പേടിത്തൊണ്ടനാണെന്നാ നാട്ടാര് പറയുന്നേ. അത് നേരാണോ ചേട്ടാ? എടാ എന്റെ പ്രവർത്തന മേഖലയുടെ ഉള്ളറകൾ അവരുടെ ചേട്ടോ, മലയാളത്തിൽ പറഞ്ഞാ മതി. എടാ കഴിഞ്ഞ ആഴ്ച തട്ടിയത് 7 എണ്ണത്തിന്, അതും ഒറ്റ കൊട്ടേഷനില്. അതൊന്നും ഈ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർക്ക് എന്നെ ഒരു പേടിയില്ലാത്തത്. ഈ പുളുവടി ഗുണ്ടയെ കൊണ്ട് ഞാൻ തോറ്റ എന്റെ ദൈവമേ. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഒരെണ്ണത്തിന് 20 രൂപ വെച്ച് 7 എണ്ണത്തിന് 140 ഉലുവ. ഈ പട്ടിപിടുത്തം താൻ ഇനിയും നിർത്തിയില്ലടേ. നീ ഇതാരോടും പറയരുത്. മാനം പോയിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ. ആ, ഇല്ലാത്ത മാനം ഞാനായിട്ട് കൂക്കുന്നില്ല. അല്ല, ചേട്ടന്റെ വീട്ടിൽ 3 പട്ടിക്കുട്ടികളുണ്ടെന്ന് കേട്ടു. അതെ, 3 എണ്ണം ഉണ്ട്. അൾസേഷനാ. ചേട്ടൻ എത്ര കുട്ടികളുണ്ട്? എനിക്കും 3 കുട്ടികൾ. 3 6 കുട്ടികൾ. ചേട്ടൻ അൽസേഷനാണോ? വേണ്ട വേണ്ട, ഡാ ടിൻഡുമോനെ, നീ എല്ലാവരെയും നാക്കുകൊണ്ട് ചൊറിയാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് കളി വേണ്ട. അൽസേഷനായിരുന്നെങ്കി കുറച്ചുകൂടി ഉശിരി കണ്ടേനെ. ടാടാ, നീ എന്താടാ പറഞ്ഞത്? ഞാൻ ആരാണെന്നാടാ നീ കരുതിയത്? നാട് വിറപ്പിക്കുന്ന ഈ ഗുണ്ടബിനുവിനെയാണോടാ നിന്നെ പോലെ ഒരു പീക്കിരി പയ്യൻ വന്ന് ഞോണ്ടുന്നത്? ഞാൻ ഈ കയ്യൊന്ന് നിവർത്തിയാലുണ്ടല്ലോ, നീ ഇവിടുന്ന് പറക്കും. നീലന്തോടാതെ പറക്കും. ദേ, ഒളിച്ചോടി പോയ ചേട്ടന്റെ ഭാര്യയായിരുന്നോ? അയ്യോ, ഇത്രേ ഉള്ളു കാര്യം. BP കൂടിയ ഏത് ഗുണ്ടയും പറക്കും. ദൈവമേ, ഗുണ്ടബിനുവിന്റെ ഭാര്യയോടൊപ്പം ഒളിച്ചോടിയവൻ എവിടെയായാലും ജീവിച്ചിരുന്നാ മതിയായിരുന്നു. മോനെ, ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? എന്തു കാര്യമാ? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് ഏതാ? പ്രസിഡന്റിന്റെ വീട് എനിക്കറിയാം. പക്ഷെ എന്റെ 2 കൈയിലും സഞ്ചിയാണല്ലോ. അത് കുഴപ്പമില്ല, വീട് എവിടെയാണെന്ന് പറഞ്ഞാ മതി. പക്ഷെ ഈ സഞ്ചി ഞാൻ എന്തു ചെയ്യും? കണ്ടില്ലേ, 2 കൈയിലും സഞ്ചിയാ. പ്രസിഡന്റിന്റെ വീട് ഈ സഞ്ചിക്കകത്താണോടാ? ചെക്ക, നീ എന്താ മനുഷ്യനെ കളിയാക്കുക? അയ്യോ, കളിയാക്കിയതല്ല അമ്മാവാ. കയ്യിൽ സഞ്ചി ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് വിശദമായി പറയാൻ വയ്യാത്തത്. ഒന്ന് പറയടാ മോനെ, എവിടെയാ പ്രസിഡന്റിന്റെ വീട്? അമ്മാവന് ഈ സഞ്ചിയും ഒന്ന് പിടിച്ചേ. ദാ സഞ്ചിയും പിടിച്ചു. ഇനി കേട്ടോളൂ, പ്രസിഡന്റിന്റെ വീട് ദാ ആ കാണുന്നതാ. ഹോ, ഒരു കൈ ചൂണ്ടുന്നതിനാണോ ഇത്രയും പെടാപ്പാട്? 1 കിലോ ആപ്പിളിന് എന്താ വില? 100 രൂപ. 100 രൂപയോ? 1 കിലോ ആപ്പിളിനോ? കഴിഞ്ഞ ആഴ്ച 50 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. 1 കിലോയ്ക്കോ? അല്ല, 1/2 കിലോക്ക്. അരയായാലും കിലോ തന്നെ അല്ലേ? വേണമെങ്കിൽ വാങ്ങിട്ട് പോ. പിന്നെ തന്റെ അടുത്തുനിന്ന് എന്റെ പട്ടി വാങ്ങും. മുടിഞ്ഞ വിലയാ തന്റെ ആപ്പിളിന്. ദേ, രാവിലെ തന്നെ കടയുടെ മുമ്പിൽ വന്ന് അനാവശ്യം പറയരുത്. അപ്പൊ വൈകിട്ട് വന്ന് അനാവശ്യം പറഞ്ഞാ പ്രശ്നമില്ലല്ലോ. ഒന്ന് പോടാ ചെക്ക. കുറച്ച് ആപ്പിള് കൊണ്ടുവന്ന് നാട്ടിലില്ലാത്ത വിലക്ക് വിൽക്കാനിരിക്കുന്നു. നാണമില്ലാത്തവൻ. എന്തു പറഞ്ഞടാ? നാട്ടിലില്ലാത്ത വിലയോ? എല്ലായിടത്തും ആപ്പിളിന് 100 രൂപ തന്നെയാ വില. കാശ്മീരിലും 100 രൂപയാ. പോയെ ഒന്ന് പോയെ. ഇതെന്തൊരു തട്ടിപ്പുകാരനാ എന്റെ ദൈവമേ. അപ്പുറത്തെ കടയിൽ കിലോക്ക് 20 രൂപയേ ഉള്ളൂ. ഇവിടെ ആപ്പിളിന് കിലോക്ക് 100 രൂപ. എടാ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കൊന്നാലും ഞാൻ തന്റെ കയ്യിൽ നിന്ന് ആപ്പിള് മേടിക്കില്ല. എന്താ ഇവിടെ ഒരു പ്രശ്നം? സാറേ, ഇവിടെ ആപ്പിളിന് ഭയങ്കര വില കൂടുതല്. അപ്പുറത്ത് 20 രൂപയേ ഉള്ളൂ. എടാ തട്ടിപ്പുകാരാ, നീ എന്നെയും പറ്റിച്ചല്ലേ? എടുക്കടാ ബാക്കി 50 രൂപ. ഇന്ന് കാലത്ത് തന്ന 100 രൂപയെന്ന് ബാക്കി 50 തരാൻ. അത് പിന്നെ ചേട്ടാ, ഇവൻ കള്ളം പറയാ. അല്ല ചേട്ടാ, സത്യമാ. അവിടെ 20 രൂപയേ ഉള്ളൂ. മോനെ, ഏത് കടയിലാ 20 രൂപയ്ക്ക് 1 കിലോ ആപ്പിൾ കിട്ടുന്നത്? അയ്യോ, അവിടെ കിലോക്ക് 20 എന്ന് പറഞ്ഞത് ആപ്പിളിനല്ല, തക്കാളിക്കാ. മുത്തശ്ശ, ഇന്ന് എന്റെ വക ചെലവാ. വർക്കായിരുന്നു ചെലവ്.
മുത്തശ്ശ, ഇന്നൊരു അത്ഭുതം സംഭവിച്ചു. അതിന്റെ ചെലവാ ദാ ലഡ്ഡു. എന്താ അത്ഭുതമാ? നീ ഇന്ന് പരീക്ഷയ്ക്ക് അറിയാതെങ്ങാനും പാസ്സായോ? അതൊന്നല്ല. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ട കാര്യല്ലേ. ഇന്ന് എനിക്ക് ഫാൻസി ഡ്രസ്സിന് 1ാം സ്ഥാനം കിട്ടി. ഇത് അതിന്റെ ചെലവാ. ഫ്രാൻസിസിന് 1ാം സ്ഥാനം കിട്ടിയതിന് നീ എന്തിനാ ചെലവ് ചെയ്യുന്നത്? അയ്യോ മുത്തശ്ശ, ഫ്രാൻസിസിനല്ല, ഫാൻസി ഡ്രസ്സിന് 1ാം സ്ഥാനം കിട്ടിയെന്നാ പറഞ്ഞത്. ആണോ? എന്തായിരുന്നു നിന്റെ വേഷം? കുട്ടിച്ചാത്തൻ. മോന്റെ സ്വഭാവമല്ല, വേഷമാ മുത്തച്ഛൻ ചോദിച്ചത്. മുത്തശ്ശ ആക്കല്ലേ. മുത്തശ്ശൻ എന്നെ ഒന്ന് കാണേണ്ടതായിരുന്നു ആ വേഷത്തിൽ. സത്യം പറഞ്ഞ കണ്ണാടി നോക്കിയപ്പോ എനിക്ക് തന്നെ എന്നെ മനസ്സിലായില്ല. വേറെ എന്തെല്ലാം ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു? പിന്നെ ലോങ് ജമ്പ് ആയിരുന്നു. അതിൽ നമ്മുടെ ഡുണ്ടുമോൾക്ക് സ്വർണം കഷ്ടമായി പോയി. അതിന് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും യാതൊരു ശ്രദ്ധയും ഇല്ല. ചാടാൻ പോകുമ്പോഴെങ്കിലും ഈ സ്വർണ്ണമൊക്കെ ഒന്ന് ഊരി മാറ്റി വെച്ചുകൂടെ? ഈ മുത്തശ്ശന്റെ ഒരു കാര്യം. മുത്തശ്ശ, ലോങ് ജമ്പിൽ ഡുണ്ടുമോൾക്ക് സ്വർണ്ണ മെഡൽ നഷ്ടമായെന്നാ പറഞ്ഞത്. സ്വർണ്ണ മെഡലായാലും സ്വർണ്ണമാലയായാലും നഷ്ടമായത് നഷ്ടമായില്ലേ? ഇതെന്റെ മുത്തശ്ശൻ തന്നെ. രണ്ടുപേരും കൂടി ലഡു തിന്നിട്ട് ഇവിടെ മൊത്തം ഉറുമ്പായി. ഇനി ഇത് ഞാൻ തന്നെ വൃത്തിയാക്കണം. നീ വെറുതെ ദേഷ്യപ്പെടണ്ട. ആ ഉറുമ്പിനെ പോക്കുന്ന പൊടിയില്ലേ, അത് ഇട്ടാ മതി. ദാ ടിൻഡു, നീ പോയി ആ ഉറുമ്പിന്റെ പൗഡർ വാങ്ങിച്ചോണ്ട് വാ. ഉറുമ്പിന് ആ പൗഡർ ഇട്ട് കൊടുത്താ മതി. എന്റെ മുത്തശ്ശ, അതൊക്കെ പിന്നെ ഒരു ബാധ്യതയാകും. ഇന്ന് ഈ ഉറുമ്പിന് പൗഡർ ഇട്ട് കൊടുത്താ നാളെ ഇവറ്റകൾക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് പറയും. ഞാൻ ഇന്നേ വരെ എന്റെ ഡുണ്ടുമോൾക്ക് വരെ പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാനാ ഇപ്പൊ ഉറുമ്പിന്. മുത്തശ്ശ, ഇന്ന് എന്റെ വക ചെലവാ. ബാക്കിയുള്ളവർക്കായിരുന്നു ചെലവ്. മുത്തശ്ശ, ഇന്നൊരു അത്ഭുതം സംഭവിച്ചു. അതിന്റെ ചെലവാ ദാ ലഡ്ഡു. എന്താ അത്ഭുതമാ? നീ ഇന്ന് പരീക്ഷയ്ക്ക് അറിയാതെങ്ങാനും പാസ്സായോ? അതൊന്നല്ല. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ട കാര്യല്ലേ. ഇന്ന് എനിക്ക് ഫാൻസി ഡ്രസ്സിന് 1ാം സ്ഥാനം കിട്ടി. ഇത് അതിന്റെ ചെലവാ. ഫ്രാൻസിസിന് 1ാം സ്ഥാനം കിട്ടിയതിന് നീ എന്തിനാ ചെലവ് ചെയ്യുന്നത്? അയ്യോ മുത്തശ്ശ, ഫ്രാൻസിസിനല്ല, ഫാൻസി ഡ്രസ്സിന് 1ാം സ്ഥാനം കിട്ടിയെന്നാ പറഞ്ഞത്. ആണോ? എന്തായിരുന്നു നിന്റെ വേഷം? കുട്ടിച്ചാത്തൻ. മോന്റെ സ്വഭാവമല്ല, വേഷമാ മുത്തച്ഛൻ ചോദിച്ചത്. മുത്തശ്ശ ആക്കല്ലേ. മുത്തശ്ശൻ എന്നെ ഒന്ന് കാണേണ്ടതായിരുന്നു ആ വേഷത്തിൽ. സത്യം പറഞ്ഞ കണ്ണാടി നോക്കിയപ്പോ എനിക്ക് തന്നെ എന്നെ മനസ്സിലായില്ല. വേറെ എന്തെല്ലാം ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു? പിന്നെ ലോങ് ജമ്പ് ആയിരുന്നു. അതിൽ നമ്മുടെ ഡുണ്ടുമോൾക്ക് സ്വർണം കഷ്ടമായി പോയി. അതിന് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും യാതൊരു ശ്രദ്ധയും ഇല്ല. ചാടാൻ പോകുമ്പോഴെങ്കിലും ഈ സ്വർണ്ണമൊക്കെ ഒന്ന് ഊരി മാറ്റി വെച്ചുകൂടെ? ഈ മുത്തശ്ശന്റെ ഒരു കാര്യം. മുത്തശ്ശ, ലോങ് ജമ്പിൽ ഡുണ്ടുമോൾക്ക് സ്വർണ്ണ മെഡൽ നഷ്ടമായെന്നാ പറഞ്ഞത്. സ്വർണ്ണ മെഡലായാലും സ്വർണ്ണമാലയായാലും നഷ്ടമായത് നഷ്ടമായില്ലേ? ഇതെന്റെ മുത്തശ്ശൻ തന്നെ. രണ്ടുപേരും കൂടി ലഡു തിന്നിട്ട് ഇവിടെ മൊത്തം ഉറുമ്പായി. ഇനി ഇത് ഞാൻ തന്നെ വൃത്തിയാക്കണം. നീ വെറുതെ ദേഷ്യപ്പെടണ്ട. ആ ഉറുമ്പിനെ പോക്കുന്ന പൊടിയില്ലേ, അത് ഇട്ടാ മതി. ദാ ടിൻഡു, നീ പോയി ആ ഉറുമ്പിന്റെ പൗഡർ വാങ്ങിച്ചോണ്ട് വാ. ഉറുമ്പിന് ആ പൗഡർ ഇട്ട് കൊടുത്താ മതി. എന്റെ മുത്തശ്ശ, അതൊക്കെ പിന്നെ ഒരു ബാധ്യതയാകും. ഇന്ന് ഈ ഉറുമ്പിന് പൗഡർ ഇട്ട് കൊടുത്താ നാളെ ഇവറ്റകൾക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് പറയും. ഞാൻ ഇന്നേ വരെ എന്റെ ഡുണ്ടുമോൾക്ക് വരെ പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാനാ ഇപ്പൊ ഉറുമ്പിന്. എന്താ ടിൻഡു ഇത്ര വലിയ ആലോചന? അല്ല മുത്തച്ഛ, ഞാൻ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ഓർത്തങ്ങടെ ഇരുന്ന് പോയതാ. ഇന്ത്യക്കിപ്പോ എന്തു പറ്റി? ഗാന്ധിജി പോയി, നെഹ്റുജി പോയി, സുഭാഷ് ചന്ദ്രബോസും പോയി. എനിക്കാണെങ്കിൽ സുഖമില്ല. ഇനി ഇന്ത്യയുടെ ഗതി എന്താകുമോ എന്തോ. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എടാ ടിൻഡു, നിനക്ക് സുഖമില്ലാത്ത കാര്യം ട്യൂഷൻ മാഷ് അറിഞ്ഞു എന്നാ തോന്നുന്നേ. മാഷിതേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എവിടെയും പോയി ഒളിച്ചോ. ഓ
അയ്യോ ചതിച്ചു. മുത്തച്ഛൻ മരിച്ചെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഒരാഴ്ച ലീവ് എടുത്തത്. ഓ മുത്തച്ഛൻ എവിടെങ്കിലും ഒന്ന് പോയി ഒളിക്ക്. ടിൻഡുമോനില്ലേ? ഇല്ല, അവന് നല്ല സുഖമില്ല. ആശുപത്രി വരെ ഒന്ന് പോയതാ. നിങ്ങൾ ടിൻഡുമോന്റെ? ഞാൻ അവന്റെ ഗ്രാൻഡ് ഫാദറാ. കഴിഞ്ഞ ആഴ്ചയല്ലേ അവൻ ഗ്രാൻഡ് ഫാദർ മരിച്ചു എന്ന് പറഞ്ഞ് ലീവ് എടുത്തത്? അയ്യോ മാഷേ, ആ മരിച്ച ഗ്രാൻഡ് ഫാദർ ഞാനല്ല. മരിച്ചത് അവന്റെ അമ്മയുടെ അച്ഛനാ. ഞാൻ അവന്റെ അച്ഛൻ്റെ അച്ഛനാ. എന്നാ ശരി, അവൻ വന്നാ പറഞ്ഞേക്ക് അവന്റെ മരിക്കാത്ത ട്യൂഷൻ മാഷ് വന്നിട്ടുണ്ടെന്ന്. എന്തായി മുത്തച്ഛ? എന്തായി പോയോ? മരിക്കാത്ത ട്യൂഷൻ മാഷ് പോയി എന്ന് പറയാൻ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിൽ ട്യൂഷൻ മാഷ് മരിച്ചെന്ന് പറഞ്ഞാ ഞാൻ മുങ്ങിയത്. എന്നിട്ടെന്താ? സ്കൂളിൽ എല്ലാരും കൂടി റീത്തുമായി ട്യൂഷൻ മാഷിന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ കണ്ണീരിന്റെ പൂരമായിരുന്നു എന്റെ മുത്തച്ഛ. അല്ല, മാഷ് ശരിക്കും മരിച്ചിരുന്നോ? സത്യം മനസ്സിലായപ്പോ എല്ലാരും കൂടെ ശരിക്കും എനിക്കിട്ട് തന്നു. അങ്ങനെ ഞാൻ അവിടെ കരഞ്ഞ് കണ്ണീരിന്റെ പൂരമാക്കി. അതൊക്കെ പോട്ടെ, മുത്തച്ഛൻ എന്തു പറഞ്ഞ അവരെ തിരിച്ചയച്ചത്? ഈ മുത്തച്ഛൻ ആരാ മോൻ? മുത്തച്ഛൻ പറഞ്ഞു മരിച്ച് നിന്റെ അമ്മയുടെ അച്ഛനാണ്, ഞാൻ നിന്റെ അച്ഛൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു. എന്നോടാ കളി. അയ്യോ ചതിച്ചു. ഇനി ഞാൻ നാളെ എങ്ങനെ സിനിമയ്ക്ക് പോകും? സിനിമയോ? ഞാൻ അച്ഛന്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു നാളെ സിനിമയ്ക്ക് പോകാനാ വിചാരിച്ചത്. എല്ലാം കളഞ്ഞില്ലേ? എനിക്ക് മടുത്തു. ചോറും കറിയും വെച്ചുള്ള കളി എന്നും ഒരേ കളി തന്നെ. എന്നാ ഇനി മുതല് ബിരിയാണിയും കോഴി പൊരിച്ചതും വെച്ച് കളിക്കാം. ഞാൻ ആരാ? നീ ഒരു മനുഷ്യൻ അല്ല, ഞാൻ ചേട്ടന്റെ അനിയത്തിയ. ശരി, സമ്മതിച്ചു, മനുഷ്യനല്ല അനിയത്തി. എങ്കിലെന്നെ സൈക്കിളിനെ കയറ്റി മുറ്റത്തൂടെ ഓടിക്കുവോ? മനുഷ്യനിവിടെ വയ്യാതിരിക്കുമ്പോഴാ അവളുടെ ഒരു സൈക്കിളോട്ടം. ചേട്ടാ, ദാ ആ കാണുന്ന പശുവിന് എന്താ കൊമ്പില്ലാത്ത? ആ പടത്തിൽ കാണുന്ന പശുവിന്റെ കാര്യമാണോ? ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കണം. ചില പശുക്കൾക്ക് കൊമ്പ് കാണില്ല, ചിലതിന് വളരെ ചെറുതായിരിക്കും. എന്നാൽ ചില പശുക്കളുടെ കൊമ്പ് മുറിഞ്ഞു പോകും. ആ പശുവിന് കൊമ്പില്ലാത്തത് എന്താ? അത് പറ. ആ പശുവിന് കൊമ്പില്ലാത്തത് അതൊരു കുതിര ആയതുകൊണ്ടാ. പശുവിനെയും കുതിരേനെയും തിരിച്ചറിയാത്ത കഴുത. ടിൻഡുമോനാ കഴുത. എടി, എന്താടി നീ എന്നെ വിളിച്ചത്? ഒന്നുകൂടി വിളിക്കടി. ടിൻഡുമോൻ കഴുത, ടിൻഡുമോൻ കഴുത. അങ്ങനെയാണല്ലേ? എങ്കിൽ ഞാൻ നിന്നെ കടയിൽ കൊണ്ടുപോകൂല. ഇനി ഞാൻ ചേട്ടന് കഴുതാന്ന് വിളിക്കൂല. പ്ലീസ്, നല്ല ടിൻഡുമോനല്ലേ, എന്നെ കൂടെ കടയിൽ കൊണ്ടുപോണേ. വേണമെങ്കിൽ എന്നെ കഴുതാന്ന് വിളിച്ചോ. അറിയാം, അമ്മയോട് ചീത്ത കേക്കും. അതല്ല, അച്ഛനോട് തല്ല് കിട്ടും. പിന്നെ തല്ലാനിങ് വരട്ടെ. അതൊന്നും അല്ലടി പെണ്ണെ പ്രശ്നം. പിന്നെ എന്താ എന്നെ കഴുതാന്ന് വിളിച്ച പ്രശ്നം? നിന്നെ കഴുതാന്ന് വിളിച്ചാലേ കഴുതകള് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, അതുകൊണ്ടാ. അമ്മ, ഈ ചേട്ടൻ എന്നെ കണിയാക്കുന്നു. ഇവളിന്ന് എനിക്ക് തല്ല് വാങ്ങിത്തരും. ചിഞ്ചുമോളെ, ചേട്ടൻ വെറുതെ പറഞ്ഞതാ. എടി, പൂച്ചയ്ക്കും പട്ടിക്കും മാത്രമേ സംഘടനയുള്ളൂ, കഴുതകൾക്കില്ല. എന്നെ വിശ്വസിക്കൂ. ഞാൻ നിന്നെ കടയെ കൊണ്ടുപോകാം. ഞാൻ കരഞ്ഞത് എന്തിനാന്നറിയാമോ? എന്തിനാ? കഴുതകള് കേസ് കൊടുത്താ ചേട്ടൻ ജയിലിൽ പോന്നത് ഓർത്തിട്ടാ. അധികം പതപ്പിക്കല്ലേ എന്റെ കുഞ്ഞു പെങ്ങളെ. ചിഞ്ചു, നിനക്ക് ഐസ് വാട്ടർ വേണോ സർബത്ത് വേണോ? എനിക്ക് ഐസ് വാട്ടർ മതി. ചേട്ടാ, ഒരു ഐസ് വാട്ടർ, ഒരു സർബത്ത്. ടിൻഡുമോൻ എന്താ ഐസ് വാട്ടർ വേണ്ടാത്തെ? നമുക്ക് സർബത്ത് മതി. നീ ഐസ് വാട്ടർ കുടിച്ചോ, എനിക്കതാ സന്തോഷം. എന്തിനാടാ ആ കൊച്ചിനെ പറ്റിക്കുന്നത്? ഇതൊക്കെ എന്തോന്ന് പറ്റിക്കൽ ചേട്ടാ. ശരിയായ പറ്റിക്കല് കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അതെന്താടാ അങ്ങനെ ഒരു പറ്റിക്കൽ? ഇപ്പൊ കാണിച്ചു തരാം. എന്റെ കയ്യിൽ കാശില്ല, പറ്റിച്ചേ. അങ്ങനെ ഒരാളെ പറ്റിച്ചു. ഇനി നമുക്ക് കളിക്കാം.
എന്ത് കളിയാ? ഓക്കെ, തുടങ്ങാം. നീ എന്ത് പറഞ്ഞടി മൂദേവി? അടിച്ചു നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. ചുരുട്ടി കൂട്ടിക്കളയും ഞാൻ. അടങ്ങിയിരുന്നോളണം. പിന്നെ ഈ വീട്ടിൽ ആര് പറയുന്ന നടക്കാന്ന് നോക്കാം. നമുക്ക് നോക്കാം. ഒരു ഉപകാരമില്ലാത്ത സാധനം. നീയാ ഉപകാരമില്ലാത്ത സാധനം. എന്താ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ? എടാ വഴക്കുണ്ടാക്കാതെ കളിക്കടാ. അയ്യോ, വഴക്കുണ്ടാക്കിയതല്ല, ഞങ്ങളെ അച്ഛനും അമ്മയും കളിച്ചതാ. സാർ, കഴിക്കാൻ എന്താ വേണ്ടത്? മട്ടൻ കട്ട്ലറ്റ് എടുത്തോളൂ. ഏയ്, പൂച്ചയൊന്നും ചെയ്യണ്ട. മട്ടനാണ് വേണ്ടത്. മട്ടൻ കട്ട്ലറ്റ്. അമ്മേ, അതെന്തിനാ അയാൾ ഓടിയത്? പാവം, അയാള് വിചാരിച്ചു പൂച്ച ഇറച്ചി കൊണ്ടാ ഇവിടെ മട്ടൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന്. അല്ല രാഘവ, ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ കള്ളം കയറിയെന്ന് കേട്ടല്ലോ. നീ സ്ഥലത്തുണ്ടായിരുന്നില്ലേ? ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അലമാറ തുറക്കുന്നത് കണ്ടപ്പോ ഭാര്യയല്ലേ ആദ്യം ഉണർന്നത്. എന്നിട്ട് എന്തുണ്ടായി? അവൾ ഒച്ച വെച്ചു. കള്ളനും അവളും തമ്മിൽ പിടിയും വലിയായി. ഛേ, എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലേ? എടോ, എഴുന്നേറ്റ് ചെന്ന് 4 എണ്ണം പൊട്ടിച്ചൂടായിരുന്നോ? അതിന്റെ ആവശ്യമൊന്നും വന്നില്ല. കള്ളൻ ഒറ്റയ്ക്ക് തന്നെ ചേച്ചിയെ അടിച്ചു നിർത്തി. അല്ലേ ചേട്ടാ? അല്ല, ചേട്ടന്റെ മോനിപ്പം എവിടെയാ? കുറച്ചായാലോ കണ്ടിട്ട്. അവനിപ്പോ വലിയ ഉദ്യോഗക്കാരനാ. എന്റെ മോനായതുകൊണ്ട് പറയല്ല കേട്ടോ. അവന് ഭയങ്കര ബുദ്ധിയാ. അതെങ്ങനെയാ? എന്റെ ബുദ്ധിയല്ലേ അവന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാവും ചേട്ടന് തീരെ ബുദ്ധിയില്ലാത്തത്. അല്ല, ഗോപാലൻ ചേട്ടൻ ഇന്നലെ പൂസിലായിരുന്നല്ലോ. ആരായിരുന്നു കമ്പനി? ഇന്നലെ ഞാൻ വളരെ മോശം കൂട്ടുകെട്ടിലായിപ്പോയടാ ടിന്റുമോനെ. അതാ പൂസായി പോയത്. എന്റെ ഭാര്യ മെലിയാനുള്ള മരുന്ന് കുടിച്ചു. എന്നിട്ട് എന്തായി? മെലിഞ്ഞോ? പിന്നെ ദിനം പ്രതിയല്ലേ മെലിഞ്ഞു വന്നത്. മെലിഞ്ഞു കഴിഞ്ഞ ആഴ്ച ആളെ കാണാണ്ടായി. അല്ല, ആരിത്? സാഹിത്യം സോമേട്ടനോ? വരൂ, ഇരിക്കൂ. എടാ മോനെ, ഞാനൊരു ഭയങ്കരമായ രചനയിലായിരുന്നു. അതായത് എന്റെ ആത്മകഥ. ആത്മഹത്യയോ? ആത്മഹത്യയല്ലടാ, ആത്മകഥ. അതിനൊക്കെ ഇനിയും സമയമില്ലേ ചേട്ടാ? എടാ, ആളുകൾ ആത്മകഥ എഴുതുന്നത് പ്രായമാവുമ്പോഴാ. അതെന്തിനാന്നറിയാമോ? ഓ, അതൊക്കെ എനിക്കറിയാം. ആരെ പറ്റിയും എന്ത് പുണ്ണാക്കും എഴുതാം. ചാവാറായ പ്രായമായതുകൊണ്ട് ആരും തല്ലാൻ വരും. എന്നാലേ ഞാനൊരു വ്യത്യസ്തതയ്ക്ക് ശ്രമിക്കുകയാണ്. അതായത് എൻ്റെ ആത്മകഥ എൻ്റെ മരണശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അത്രയ്ക്ക് ഞെട്ടിക്കുന്ന സംഗതികളാവും അതിലുണ്ടാവുക. അതുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് മരണശേഷം മതി എന്ന് വെച്ചത്. ഹോ, എനിക്കത് വായിക്കാൻ ധൃതിയായി. ആ ഏ ഹായ്, നല്ല രസമുണ്ട് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ. രണ്ടാൾക്കും കയ്യാമ്മ വെച്ചിരിക്കുന്നല്ലോ. രണ്ടുപേരും ചേർന്ന് ആ കുറ്റം ചെയ്തത്. ഓടിപ്പോവാതിരിക്കാനാ ഇങ്ങനെ കയ്യാമം വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? ഈ കള്ളനെ പേടിച്ച് ഈ പോലീസ് ഓടി പോവാതിരിക്കാൻ SI സാറ് ചെയ്തതാവും. ഒന്ന് പോടാ. ഇവൻ ആരാണെന്ന് അറിയാമോ? ഉടുമ്പ് വാസു. ഒരു പഴുത് കിട്ടിയാൽ മതി, ഊർന്നു പോയി കളയും. അങ്ങനെ പോവാതിരിക്കാനാ എൻ്റെ കയ്യും ചേർത്ത് ഇങ്ങനെ കയ്യാമം വെച്ചിരിക്കുന്നത്. സാറിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോ എനിക്കൊരു വിഷമം. ഇതങ്ങ് അഴിച്ചു കളഞ്ഞേക്ക് സാറേ. ഞാൻ എങ്ങും ഓടിപ്പോവില്ല. ദേ, അടങ്ങി നിന്നോണം, ഇടിച്ചു നിര കൂമ്പിയാൻ പാട്ടു. ഓ, അത് പണ്ടേ വാടിയതാ, ഇപ്പൊ കരിഞ്ഞു കാണും. വെറുതെ അല്ല ഒരു കരിഞ്ഞ മാണ. സാറേ, ഏതാ ഈ പയ്യൻ? ഒന്ന് പേടിപ്പിച്ച് പറഞ്ഞു വിട് സാറേ. വേണ്ട, ഇവനെപ്പോലുള്ള പുതിയ തലമുറ നിന്നെപ്പോലുള്ള പെരുങ്കള്ളന്മാരെ കണ്ട് പഠിക്കണം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തെറ്റിദ്ധരിക്കല്ലേ? ഈ കള്ളന്മാരെ ഇങ്ങനെ കയ്യാമം വെച്ച് നാണം കെടുത്തി കൊണ്ടുപോകുന്നത് കണ്ടാലെങ്കിലും നിന്നെപ്പോലുള്ളവന്മാര് കുറ്റം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിയണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്താ സാറേ ഇവൻ ചെയ്ത കുറ്റം? 5 പിടിച്ചു പറയും. ഒരു ജ്വല്ലറി മോഷണം, 2 വീട് കൊള്ള, 3 ഷോപ്പ് കവർച്ച. ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്തത് ഒരാഴ്ചക്കകമാണെന്ന് ഓർക്കണം. ആഴ്ചയിൽ 7 ദിവസമല്ലേ ഉള്ളൂ സാറേ. ഇത്ര തന്നെ ഒപ്പിച്ചത് ഇവനായിട്ടാ. താങ്ക് യു മോനെ. ചുരുങ്ങിയത് 5 വർഷം ശിക്ഷ കിട്ടാനുള്ള കുറ്റമാ ഇവൻ ചെയ്തത്. ഞാൻ ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. ചേട്ടനൊരു മഹാ സംഭവം തന്നെ. എങ്ങനെ കിട്ടി ഇത്രയും ബുദ്ധി? പറയാം. ഞാൻ എന്നും കാലത്ത് 4:30 മണിക്ക് ഉണരും. 5:30 വരെ വ്യായാമം, 1/2 മണിക്കൂർ വിശ്രമം, 6 മണിക്ക് കുളിക്കും, 6:30ക്ക് പത്രം വായന, 7:30 മണിക്ക് പ്രാതൽ കഴിച്ച് വേഷം മാറി കൃത്യം 8:30 മണിക്ക് ഞാൻ സ്റ്റേഷനിലേക്ക് പോകും. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരും. അത്യാവശ്യം വീട്ടുജോലിയിൽ ഭാര്യയെ സഹായിച്ച് 1/2 മണിക്കൂർ TV കാണും. കൃത്യം 8:30 മണിക്ക് കിടക്കും. ചിട്ടയായ ജീവിതം.
കഴിഞ്ഞ 10 വർഷമായി ഇതാണെന്റെ ജീവിതം. 10 വർഷം. കഷ്ടം, ഇയാൾക്ക് 5 വർഷമേ ഉള്ളൂ. 10 വർഷം കിട്ടാൻ മാത്രം പോലീസ് ചേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ?